ഞാൻ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പറഞ്ഞല്ലോ. നെഗറ്റീവ് മാത്രമല്ല പറഞ്ഞു, എത്രയോ മോശം പടങ്ങൾ ഓടിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രം ഒരു പടം നന്നാണെന്ന് പറയാൻ പറ്റുമോ? പണ്ടല്ലേ എത്രയോ ദിലീപിൻ്റെ എത്രയോ പടം മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഓടിയിട്ടുണ്ട്. ഒരു പടം ഹിറ്റായതുകൊണ്ട് മാത്രം നല്ല പടമാണോ? ഇല്ല, എത്രയോ മോശം പടം ഓടിയിരിക്കണം, എത്രയോ നല്ല സിനിമ ഫ്ലോപ്പായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ബോക്സ് ഓഫീസ് ചോദിച്ചാൽ പറഞ്ഞു, പടം നല്ലതാണോ ഇല്ലയോ എന്ന് പറഞ്ഞു. ഒരു പടം ഓടിയതുകൊണ്ട് മാത്രം നല്ല പടമാണോ? ഇല്ല. ഇപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം ചേട്ടൻ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് വന്ന് ബെല്ലടിക്കുക, തെറി വിളിക്കുക. ഫീൽഡ് ഔട്ട് ആയിരിക്കും പിന്നെ അങ്ങനെ ഉണ്ടാവും. ഫീൽഡ് ഔട്ട് ആയിരിക്കും പിന്നെ അവർ ബോധർ ചെയ്യും. ഫീൽഡ് ഔട്ട് അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പോൾ അമേസിന് അണ്ണൻ പറഞ്ഞാൽ പുള്ളി വെച്ച് കേൾക്കുന്ന ഒഴിവില്ല, പ്രശ്നം കാണാൻ വന്നില്ലേ, എന്നിട്ട് ആറാട്ടൊന്നും പിടിച്ചെന്നില്ലേ. അങ്ങനെയൊന്നും ഫീൽഡ് ഔട്ട് അങ്ങനെ അത് ഉള്ളോൾ എത്ര നാൾ പേയ്മെൻ്റ് ആവും അത്ര നാൾ ഉണ്ടാവട്ടെ. ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയൊന്നല്ല. അങ്ങനെ ഞാൻ പറയില്ല, ഓരോരുത്തർക്ക് ഓരോ ടൈൽ. ഇപ്പോൾ പ്രസംഗാനന്ദം റിവ്യൂ വേറെ രീതിയിലാണ്, ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ്. ഞാൻ മാത്രമാണ് പറയുന്നില്ല. ഇപ്പോൾ മമ്മൂട്ടി പോലെ 43 വർഷമായിട്ട് പിടിച്ച് വെക്കുന്നില്ലേ, അത്ര നാളും പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല. പിടിച്ച് വെക്കാവുന്ന കാലം നിൽക്കട്ടെ. ഇപ്പോഴുള്ള ഈ പുതിയ റിവ്യൂസൊക്കെ പറയുന്നവര് പട്ടിഷ കാണിക്കുന്നതായിട്ട് എന്താണ് പട്ടിഷ കാണിക്കുന്നതായിട്ട് ഈ ഫസ്റ്റ് ഇതാ റിവ്യൂ ആണ്. ഒരിക്കലും ഫസ്റ്റ് FTS ജെന്യൂൻ റിവ്യൂ അല്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ. കാരണം കുറേ കാസ്റ്റ് ആൻഡ് ക്രൂ ആയി, അവർ പോസിറ്റീവാக പറയില്ല എത്ര പടം മോശമാണെങ്കിലും. ഫാൻസുകാർ അതൊരു ബയസ്ഡ് ആയിട്ടില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ജെന്യൂൻ അല്ല. സെക്കൻഡ് ഷോ തേർഡ് ഷോ എടുക്കുമ്പോഴാണ് ജെന്യൂൻ റിവ്യൂ കിട്ടുന്നത്. ഫസ്റ്റ് ഷോ റിവ്യൂ കൊണ്ട് മാത്രം കാര്യമില്ല. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആണുങ്ങളെ കുറച്ചുകൂടി കൂടുതലായി തോന്നി. ഞാൻ ചില കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. ഒന്നുമില്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത ഒന്നൊന്നല്ല, ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇത് നാച്ചുറലായിട്ട് സംഭവിക്കണം. അതൊന്നും പ്ലാൻ ചെയ്താൽ പെരേര കാണിക്കുന്ന കോമാളിത്ര. പെരേരയുടെ ആയുധമാണ് കോമാളിത്ര. പുള്ളി നിർത്തിയില്ല. ഇപ്പോൾ പണ്ട് ഡാൻസ് പാട്ടിലെ പുള്ളി പണ്ട് കാണിച്ചത് വൈറലാകാൻ വേണ്ടി. ഇപ്പോൾ പുള്ളി നിർത്തിയല്ലോ. എനിക്ക് ആ ലെവലിൽ റെഡ്യൂസ് ചെയ്യാൻ താഴാൻ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ കോമാളത്തിൽ കാണിക്കാൻ താല്പര്യമില്ല. അല്ല, പുള്ളി എന്താ കാണിച്ചു കൊടുക്കുന്നത്? കോമാളത്തിൽ കാണിക്കുന്ന ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഫീൽഡ് ഔട്ട് ആയാലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഫീൽഡ് ഔട്ട് ആയാലും കോമാളത്തിൽ കാണിക്കാൻ ഉണ്ടാവില്ല. അത് ഇവിടുത്തെ ആളുകളുടെ വൃത്തികെട്ട മനസ്സുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലത്തൊക്കെയാണെങ്കിൽ ഇത്ര വൈറലായെങ്കിൽ ഒരു ഇൻ്റർനെഷണലായി മാറിയത്. ഇവിടുത്തെ ആൾക്കാരുടെ വൃത്തികെട്ട മനസ്സുകൊണ്ടാണ് നമ്മളൊരു കോമാളി ഇമേജ് വന്നത്. പിന്നെ മീഡിയയും കുറച്ചെല്ലാം അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഞാൻ 5-6 ഷോർട്ട് ഫിലിം അഭിനയിച്ചു ഇപ്പോൾ തന്നെ. ബ്ലഡി നൈറ്റും നേരും ഞാനുണ്ട്, പെരേരയുണ്ട്. റോൾസ്